സഹോദരങ്ങളെ, സഹോദരിമാരെ, ഷവ്വാലിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി റമളാന്റെ ചൈതന്യത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ നമ്മിൽ ഉണ്ടാവാൻ പാടില്ലെന്ന് മാത്രമല്ല, അല്ലാഹുവിലുള്ള ആരാധനകളിൽ വീഴ്ച വരുത്തുന്നവരായി നമ്മൾ മാറാനും പാടില്ല. മൻ കാന യഅ്ബുദു റമദാന ഫഇന്ന റമദാന ഖദ് മാത് വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരെങ്കിലും റമളാനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ റമളാൻ അവസാനിച്ചിരിക്കുന്നു. പക്ഷേ വിശ്വാസികൾ റമളാനെയല്ല ആരാധിച്ചത്, വിശ്വാസികൾ അല്ലാഹുവിനെയാണ് ആരാധിച്ചത്. ആ വിശ്വാസികളോട് പറയാണ്, വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരെങ്കിലും അല്ലാഹുവിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ അല്ലാഹു എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവനാണ്. അല്ലാഹുവിനെ വീണ്ടും കീഴ്പ്പെട്ടുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി സുഹൃതങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും നാം ധന്യമാക്കണം എന്നുള്ളതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. അങ്ങനെയാ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു നിങ്ങൾക്ക് നേർവഴി കാണിച്ചതിന്റെ പേരിൽ നിങ്ങൾ അല്ലാഹുവിനെ തക്ബീറുകൾ മുഴക്കുക, നിങ്ങൾ അല്ലാഹുവെ വാഴ്ത്തുക. ഇതാ റമളാനിൽ 29 ദിവസവും വ്രതമനുഷ്ഠിക്കാൻ നാഥൻ നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു. ആ നാഥനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ആ നാഥനെ നിങ്ങൾ വാഴ്ത്തുക എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ ഷഹ്റു റമളാനെ സംബന്ധിച്ച് പറയുന്ന ആ വചനം അപ്രകാരമാണ് അവസാനിപ്പിക്കുന്നത്. തക്ബീർ കൊണ്ടാണ് സഹോദരങ്ങളെ ഈ മാസം അവസാനിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്ക് വലിയ അനുഗ്രഹങ്ങളാണ് നാഥൻ നൽകിയിരിക്കുന്നത്. നമ്മളൊന്ന് ഓർത്തു നോക്കുക, റമളാനിലെ 29 ദിവസവും നോമ്പെടുക്കാനുള്ള ആരോഗ്യം പടച്ചതമ്പുരാൻ നമുക്ക് നൽകി. അത്യാവശ്യം നല്ല ഭക്ഷണം നോമ്പ് തുറയുടെയും അത്താഴത്തിന്റെയും സമയത്ത് നമ്മിൽ മിക്ക ആളുകൾക്കും ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. ദാരിദ്ര്യം കൊണ്ട് നമ്മളെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാവണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മർദ്ദിത പീഡിത ജനവിഭാഗങ്ങൾ വലിയ പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോ നാഥൻ നമുക്കായി നൽകിയ അനുഗ്രഹങ്ങളിൽ നമ്മൾ പ്രത്യേകം തന്നെ നന്ദി പ്രകാശിപ്പിക്കേണ്ടതുണ്ട്. ലയൻ ശകറതും ലഅസീദന്നകും വലയൻ കഫർതും മിന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുകയാണെങ്കിൽ അല്ലാഹു പറയാണ്, അല്ലാഹു നിങ്ങൾക്ക് കൂടുതലായിട്ട് നൽകുന്നതാണ്. നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിശ്ചയം അല്ലാഹുവിന്റെ ശിക്ഷ അതികഠിനവും കഠോരവുമാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം ഫലസ്തീൻ മക്കൾ എന്നും വലിയ ദുരിതങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളടക്കം കുഞ്ഞുങ്ങളടക്കം രക്തസാക്ഷികളായി കൊണ്ടേയിരിക്കുന്ന വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൃശ്യമാധ്യമങ്ങളിലൂടെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ഫലസ്തീനിലെ ഉമ്മമാർ കരയുന്ന രംഗം നമ്മൾ കാണുകയാണ്. അവിടുത്തെ മാതാക്കൾ, അവിടുത്തെ വീട്ടമ്മമാരെ കരഞ്ഞുകൊണ്ട് പറയാണ്. ഒരു മാതാവിന്റെ വർത്തമാനം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും എന്നുള്ളതാണ്. അവര് പറയാണ്, ഔലാദി വ സൗജി മാതു ജായീന ദൂന സുഹൂർ. റമളാൻ മാസത്തിലാണ് പറയുന്നത്, ഔലാദി വ സൗജി മാതു, എന്റെ മക്കളും എന്റെ ഭർത്താവും രക്തസാക്ഷികളായിരിക്കുന്നു. ജായീന ദൂന സുഹൂർ, അത്താഴം പോലും കഴിക്കാതെ വിശന്നവരായിട്ടാണവർ രക്തസാക്ഷികളായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരി കരയുന്ന രംഗം വീഡിയോകളിലൂടെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. ഇതൊരു സ്ത്രീയുടെ മാത്രം വർത്തമാനമല്ല സഹോദരങ്ങളെ, ഇത് ഫലസ്തീൻ ജനതയുടെ രോദനമാണ്. അപ്പോഴും ആ ജനത അല്ലാഹുവിനെ മറന്നുപോയിട്ടില്ല, അല്ലാഹുവിനെ വിസ്മരിച്ചിട്ടില്ല. അത്താഴത്തിന് കഴിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലും അവർ നോമ്പെടുത്തിട്ടുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ ചൈതന്യത്തോടു കൂടി തന്നെ അവർ നോമ്പെടുത്തിട്ടുണ്ട്. തകർന്നടിഞ്ഞ ബിൽഡിങ്ങുകൾക്കിടയിൽ നിന്നുകൊണ്ട് അവരെ തറാവീഹ് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോട് എല്ലാ അർത്ഥത്തിലും ഐക്യദാർഢ്യപ്പെടാനും സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ സന്ദർഭത്തിൽ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അതാണ് ഇന്നത്തെ പെരുന്നാൾ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് നൽകാനുള്ളത്. സഹോദരങ്ങളെ, അല്ലാഹു ഗസയിലെയും റഫയിലെയും നമ്മുടെ സഹോദരങ്ങളെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുമാറാവട്ടെ. അവിടുത്തെ സ്ത്രീകൾ, അവിടുത്തെ കുഞ്ഞുമക്കളെ, അവിടുത്തെ ദുർബലരായ ജനവിഭാഗങ്ങളെ അല്ലാഹു അപ്പം നൽകി, അന്നം നൽകി, അഭയം നൽകി, വെളിച്ചം നൽകി, വൈദ്യുതി നൽകി, എല്ലാ അർത്ഥത്തിലും അല്ലാഹു തആല അവരെ പിന്തുണക്കുമാറാവട്ടെ. എല്ലാ ദുരിതങ്ങളിൽ നിന്നും അല്ലാഹു അവരെ കരകയറ്റുമാറാവട്ടെ. സഹോദരങ്ങളെ, യുദ്ധവും ഒരു സമൂഹത്തിനും ഒരു നന്മയും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. യുദ്ധം ഒരു നന്മയും കൊണ്ടുവന്നിട്ടില്ല.
അനാഥകളെയും വിധവകളെയും ദരിദ്രരെയുമാണ് അത് ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സമാധാന കരാറ് ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ യുദ്ധം അവസാനിക്കണം. ഈ യുദ്ധം അവസാനിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ മാത്രം ആവശ്യമാണെന്ന് തോന്നുന്നില്ല. മനസാക്ഷികളുടെ മുഴുവൻ മനുഷ്യരുടെയും ആവശ്യമാണ്. കുമിഞ്ഞുകൂടിയ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കാണാനുള്ള കെൽപ്പും കഴിവും ലോകത്തിനില്ല എന്നുള്ളതാണ്. കുമിഞ്ഞുകൂടിയ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കാണാനുള്ള കെൽപ്പും കഴിവും ലോകത്തിനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ ലോക കത്തോലിക്കാ സഭയുടെ അധിപൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഗസയിൽ വെടിനിർത്താൻ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് ആവർത്തിച്ചുകൊണ്ട് ലോകത്തോട് നമുക്ക് പറയാനുള്ളത്.